ഞാൻ ഇന്ന് ഫേസ്ബുക്ക് നോക്കുമ്പോൾ അവരെ അനുകൂലിച്ച് സംസാരിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ കണ്ടു. സംസ്കാരമില്ലാത്ത സ്ത്രീക്ക് മാത്രമേ അങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ. സാംസ്കാരിക കേരളത്തിന് തന്നെ ഏറ്റവും അപമാനമായ ഒരു സ്ത്രീയാണ് അവരുടെ. സത്യഭാമേ ആന്റിയുടെ ഡാൻസ് കൊള്ളത്തില്ല. ചുമ്മാ പറഞ്ഞ കേട്ടോ. ആന്റിയുടെ ഡാൻസ് ഞാനങ്ങനെ നേരിട്ട് കണ്ടിട്ടൊന്നും ഇല്ല. ഡാൻസ് ഒക്കെ കൊള്ളാമായിരിക്കും. പ്രത്യേകിച്ച് കലാമണ്ഡലം സത്യഭാമയാണല്ലോ. കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരുപാട് അറിവുള്ള ഒരു നർത്തകി ആയതുകൊണ്ട് തന്നെ ഡാൻസ് ഒക്കെ അടിപൊളിയായിരിക്കും. നിങ്ങൾ എല്ലാവരും ആന്റിയുടെ ഡാൻസ് ഒക്കെ കാണാൻ പോകണം കേട്ടോ, എവിടെയെങ്കിലും ഒക്കെ വന്ന് കളിക്കുവാണെങ്കിൽ. അപ്പൊ എന്താണെങ്കിലും വീണ്ടും കലാമണ്ഡലം സത്യഭാമ. ഇപ്പൊ ഉണ്ണി മുകുന്ദനാണ് ആള്. ഉണ്ണി മുകുന്ദൻ ജയിച്ചാൽ, BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചാൽ അത് എൻ്റെ പ്രാർത്ഥന കൊണ്ടാണ്. ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് ഉണ്ണി മുകുന്ദന് വോട്ട് കുത്തിക്കൊടുക്കും, അങ്ങോട്ട് ജയിപ്പിക്കും. ഈ ഒരു മൂഡിലുള്ള ഒരു പോസ്റ്റ് കുറച്ച് മുമ്പ് നമ്മുടെ സത്യഭാമ അവരുടെ ഫേസ്ബുക്കിൽ അങ്ങോട്ട് ഇട്ടിട്ടുണ്ടേ. അതിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ നമ്മുടെ സ്നേഹ ശ്രീകുമാർ കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും അറിഞ്ഞതാണല്ലോ, എന്തൊക്കെയോ വാക്കുകൾ സ്നേഹയെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും തെറ്റല്ല കേട്ടോ. അവർക്കെതിരെ ആരെങ്കിലും മാന്യമായി സംസാരിച്ചാൽ പോലും അത് തെറ്റാണ്. അവരുടെ മോന്ത കണ്ടോ, അവൾ ചബ്ലിയാണ്, അവൾ കുബ്ലിയാണ്, ഒരാളെ ബോഡി ഷെയിം ചെയ്താൽ പോലും അവർക്ക് ചെയ്യാം, അവർക്ക് കുഴപ്പമില്ല. നിയമം അവരുടെ കൂടെയാണ് എന്നാണ് അവരുടെ ഒരു വിശ്വാസം. എന്നാണ് പണി കിട്ടാൻ പോകുന്നതെന്ന് നമുക്ക് വൈകാതെ അറിയാം. പക്ഷേ എനിക്ക് അപ്പോഴും ഒരു സംശയം എന്താണെന്നറിയോ, ഇവർക്ക് ഇത്ര പ്രായമുള്ളത് കൊണ്ടാണോ ഇവരിതിന് മുമ്പും ചെയ്ത പരിപാടി നിറത്തിനെയൊക്കെ കളിയാക്കിക്കൊണ്ട് അവർ സംസാരിച്ചപ്പോൾ പോലും ഒരു പരിധിയിൽ കൂടുതൽ അവർക്കെതിരെ നിയമ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീ വേറൊരു സ്ത്രീയെ മോശമായി ആക്ഷേപിക്കുമ്പോൾ ഇവർക്കെതിരെ എന്തുകൊണ്ട് ഇവിടുത്തെ നിയമം കണ്ണു തുറക്കുന്നില്ല? ഇനിയും ചിലപ്പോൾ സ്നേഹ കംപ്ലൈൻറ്റ് കൊടുക്കാത്തതുകൊണ്ടായിരിക്കാം. കംപ്ലൈൻറ്റ് കൊടുത്താൽ ഉറപ്പായിട്ടും ഇവർക്ക് കിട്ടേണ്ട ശിക്ഷ ഇവർക്ക് കിട്ടണം. അത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമുക്ക് തലമൂത്ത ആൾക്കാരെ നമ്മൾ ബഹുമാനിക്കണം. സത്യഭാമ നിങ്ങളെയും ബഹുമാനിക്കാം. പക്ഷെ അതിന് നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ല വാക്ക് നിങ്ങളുടെ വായിൽ നിന്ന് മൊഴിയണം. നിങ്ങൾ പറയുന്നത് മൊത്തം എല്ലാവരോടും നിങ്ങൾക്കൊരു പുച്ഛമാണ്. അങ്ങനെയൊക്കെ ഇന്ന് സമൂഹത്തിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നാട്ടുകാർ പിടിച്ച് അരി അങ്ങോട്ട് വറക്കും. സ്നേഹ ശ്രീകുമാർ ഇവരെ പറ്റി പറഞ്ഞ ഒരു വീഡിയോ ഇന്നലെയും റീഷെയർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ കാണിക്കാം. അതിനു മുമ്പ് ഉണ്ണി മുകുന്ദൻ ചേട്ടന് പുള്ളിയെ പിടിച്ചിട്ടുകൊണ്ട് ഒരു പോസ്റ്റ് എഴുതിയിട്ടിട്ടുണ്ട് നമ്മുടെ സത്യഭാമ. ഞാൻ അതൊന്ന് വായിച്ചു തരാം. സത്യഭാമ CN ഈസ് ഫീലിംഗ് എക്സൈറ്റഡ് ഇൻ ട്രിവാൻഡ്രം, ഇന്ത്യ. ഉണ്ണി പാലക്കാട് മത്സരിച്ചാൽ കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ വിജയം 100% ഉറപ്പാണ്. കാരണം ജനിച്ച മണ്ണിനെയും പുണ്യമായ ഹിന്ദു സംസ്കാരത്തെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജീവിക്കുന്ന ലോക മലയാളികളുടെ സൂപ്പർ ഹീറോയാണ് ഉണ്ണി. എന്നെ അറിയുന്ന സ്ത്രീകൾ എന്നും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഈ ടീച്ചറുടെ ഒരു നാക്ക്. അത് നമ്മളും പറയും കേട്ടോ, എന്ത് നാക്കാണ് ഈ സ്ത്രീയുടെ എന്ന്. എന്ത് പറഞ്ഞാലും അച്ചട്ടാണെന്ന്. കഴിഞ്ഞ 35 വർഷമായി എന്നും മുടങ്ങാതെ പുലർച്ചെ 4:30 എഴുന്നേറ്റ് സഹസ്രനാമം ചൊല്ലി ആരംഭിക്കുന്നതാണ് എൻ്റെ ഒരു ദിവസം. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ പറഞ്ഞാൽ 100% ഓക്കെയാണ്. ഹൃദയത്തിൽ നിന്നും 1000 ആശംസകൾ നേരുകയാണ് പ്രിയപ്പെട്ട ഉണ്ണിക്ക്. സംഗതി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഉണ്ണി മുകുന്ദൻ ഇങ്ങനെ പാലക്കാട് സ്ഥാനാർത്ഥി, BJPയുടെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു, പരിഗണനയിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ സ്ഥാനാർത്ഥി ആയേക്കാം. അപ്പം അതുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് നമ്മുടെ കലാമണ്ഡലം സത്യഭാമ മാഡം ഇങ്ങനെ അവരുടെ പുണ്യമായ കുറച്ച് വാക്കുകൾ അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഒരു കാര്യം മാത്രം കേട്ടോ, അതായത് ഈ 4 മണിക്ക് 4:30 എണീറ്റ് സഹസ്രനാമമൊക്കെ ചൊല്ലി ആരംഭിക്കുന്ന ഒരു ദിവസം, അങ്ങനെയുള്ളൊരു വ്യക്തി നല്ല വാക്കുകൾ മാത്രമല്ല നിങ്ങളുടെ വായിൽ നിന്ന് വീഴത്തുള്ളൂ. പക്ഷെ നിങ്ങളുടെ വായിൽ നിന്ന് നമ്മൾ അതൊന്നും അല്ല കേൾക്കാറുള്ളത്. അത് ഒരു പുരുഷനെ പോട്ടെ പുരുഷന്മാരെ ഇഷ്ടമല്ലാത്തതെന്ന് പറഞ്ഞ് നമുക്ക് തള്ളാം. ഇതൊരു സ്ത്രീ തന്നെ, ഇത്ര അറിവുള്ള കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു നർത്തകി വേറൊരു ആർട്ടിസ്റ്റിനെ പുച്ഛിക്കുന്ന വൈരാഗ്യമാണ് ഇവരുടെ മനസ്സിലായില്ലേ? വൈരാഗ്യം. ഇവർക്കെതിരെ സംസാരിച്ചവരോട് എല്ലാവരോടും ഒരു വൈരാഗ്യമാണ് ഈ സ്ത്രീക്ക്. ഇനിയിപ്പോൾ സ്ത്രീ എന്ന് വിളിക്കുന്നത് ഇഷ്ടപ്പെടാതെ വരും. ഞാൻ എങ്ങനെയാണ് കലാമണ്ഡലം സത്യഭാമ മാഡം എന്ന് തന്നെ വിളിക്കണോ? അല്ല, അങ്ങനെ തന്നെ വിളിക്കാം, കുറച്ച് നീട്ടം കൂടും, വിളിച്ചേക്കാം. സ്ത്രീ എന്നൊന്നും വിളിക്കുന്നത് ഇഷ്ടമല്ല. ഒരു സ്ത്രീയെ അതൊരു പുണ്യവാക്കായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു വാക്കും
ആ ഒരു വാക്കിൽ ഉൾപ്പെടുന്ന ഒരുപാട് അമ്മമാരും പെങ്ങന്മാരും അവരെല്ലാവരും പുണ്യം ചെയ്തവരാണ്, ബഹുമാനിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ആ വാക്ക്, സ്ത്രീ എന്ന് പറയുന്ന വാക്ക് അത്ര വലിയ മോശം വാക്കായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മുടെ കലാമണ്ഡലം സത്യഭാമ മാഡത്തിന് അത് തോന്നുന്നുണ്ട്. അവരെ സ്ത്രീ എന്ന് വിളിച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. എന്തിന്റെ കുഴപ്പമാണ് ചേച്ചിക്കെന്ന് എനിക്കറിയാൻ പാടില്ല. എന്താണെങ്കിലും ഇപ്പം ഉണ്ണിമുകുന്ദൻ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ രാവിലെ 4:30 എണീറ്റ് സഹസ്രനാമം ചൊല്ലി ദിവസം തുടങ്ങുന്ന അത്രയും ശുദ്ധീകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഞാൻ ഉണ്ണിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഉണ്ണി 100% ജയം ഉറപ്പാണെന്ന്. ഇതൊക്കെ കുറച്ച് ഓവറല്ലേ? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ഇതൊക്കെ കുറച്ച് ഓവറല്ലേ? ഞാൻ വീണ്ടും പറയുന്നു, ഇവരുടെ പ്രായത്തെ നമ്മൾ ബഹുമാനിക്കണം. ഇത്രയും പ്രായമുള്ള ആളുകൾക്കൊക്കെ അറിയാലോ, നമ്മുടെ വീട്ടിലൊക്കെ മുത്തശ്ശിമാര്, ഇനിയിപ്പം മുത്തശ്ശിയാക്കിയാൽ ഇനി അതും പ്രശ്നമാവോടെ? എന്താണെങ്കിലും എൻ്റെയൊക്കെ അമ്മൂമ്മയുടെ പ്രായമുണ്ട്. ഓക്കെ, അത് ഇല്ല, അതിനെക്കാട്ടിലും കുറച്ച് എളുപ്പമായിരിക്കും എന്നാലും പ്രായമില്ലേ? അപ്പോൾ ഇത്ര ഏജ് ഉള്ള ഒരാൾക്ക് നമ്മുടെയൊക്കെ വീട്ടിലും ഞാൻ പറഞ്ഞല്ലോ പ്രായമുള്ളവരുള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ നമുക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു മെൻറ്റാലിറ്റി നമുക്ക് മനസ്സിലാവും. ഇപ്പോഴത്തെ തലമുറയോടും പല ആളുകളും അവരോടും എതിർത്ത് സംസാരിക്കുന്നതൊന്നും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല, മനസ്സിലാക്കാം. ഇവരുടെ ഒരു പ്രശ്നം അത് തന്നെയാണ്. പക്ഷേ നിങ്ങൾ കുറച്ച് എഡ്യൂക്കേറ്റഡ് ഒക്കെ അല്ലേ, ഒന്ന് മനസ്സിലാക്കിക്കൂടെ? സമൂഹത്തിലിറങ്ങി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ, ഇനിയും പറഞ്ഞോളൂ. സത്യഭാമ മാഡം നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. സത്യഭാമ മാഡം പറയണം, മാഡം പറയൂ. മാഡം പറയുമ്പോൾ അത് ഇഷ്ടമല്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സ്പെക്റ്റീവിനോട് യോജിക്കാൻ പറ്റാത്തവർ നിങ്ങളെ ഒപ്പോസ് ചെയ്യും, അപ്പുറത്ത് നിന്ന് സംസാരിക്കും. അതും കൂടെ ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾക്ക് അതില്ല, അതാണ് നിങ്ങളുടെ പ്രശ്നം. ഞാൻ അത്രയും നിങ്ങളിൽ പ്രശ്നമായിട്ട് കാണുന്നുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ നിങ്ങളുടെ നാക്ക് നിങ്ങളുടെ എന്താന്ന് വെച്ചാൽ കാണിക്കും, അങ്ങനെ അങ്ങ് തള്ളിക്കളയാം കേട്ടോ. ഇനിയിപ്പം സത്യഭാമ മാഡം ഷെയർ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഇതിൽ സ്നേഹ ശ്രീകുമാർ മറിമായത്തിലെ ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ പറയുന്നതിനോടൊക്കെ എനിക്ക് യോജിക്കാനേ തോന്നുള്ളൂ, ഒരുപാട് അങ്ങോട്ടും എതിർക്കാനൊന്നും ഇല്ല കേട്ടോ അതിനകത്ത്. എന്താണെങ്കിലും ഇവർ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് സത്യഭാമ. അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. നമുക്കറിയാം, നമ്മള് മലയാളം മനസ്സിലാവുന്ന എല്ലാവരും അതിനെതിരെ പ്രതികരിച്ചവരാണ്. ഇപ്പൊ സാധാരണ മനുഷ്യർക്ക് വരെ ദഹിക്കാത്ത ചില വാക്കുകളാണ് അവര് പറഞ്ഞിരിക്കുന്നത്. അവരുടെ അടുത്ത് പഠിച്ച കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. എത്രത്തോളം മാനസിക പീഡനം അവര് സഹിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. ദയവേത് എനിക്ക് ഈ പറയുന്ന സർക്കാരിനോടും അല്ലെങ്കിൽ സർവകലാശാല യൂണിയൻകാരോടും ഒക്കെ പറയാനുള്ളത്, ഇത്തരം ജഡ്ജസിനെ ദയവേത് നിങ്ങൾ വിളിക്കരുത്. അതുപോലെ എന്റെ പ്രിയപ്പെട്ട കുട്ടികളോടും കുട്ടികളുടെ രക്ഷിതാക്കളോടും പറയാനുള്ളത്, ഇത്രയും നെഗറ്റീവ് എനർജി പകർന്നു തരുന്ന ഒരു അധ്യാപികയുടെ അടുത്ത് നിങ്ങൾ കുട്ടികളെ വിടുന്ന അത്രയും അബദ്ധം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കാനില്ല. ദയവേത് അത്തരം നെഗറ്റീവ് സംഗതികളെ കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ്. പിന്നെ രാമകൃഷ്ണേട്ടനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സിനിമയ്ക്കൊക്കെ മുമ്പേ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരാളാണ്. ബാക്കി ഞാൻ കേൾപ്പിക്കാം. ഇപ്പം ഇത്രയും സ്നേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും തെറ്റായിട്ട് തോന്നുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ പറയണം കേട്ടോ, താഴെ കമന്റ് ബോക്സിലൊന്ന് പറ. കാരണം എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇവർ പറയുന്നതിനോട് യോജിക്കുന്നുണ്ടോ. ചില കമന്റ് ബോക്സിലൊക്കെ കണ്ടു ഇവർ പറയുന്നതിനോട് യോജിക്കുന്ന ആളുകളെ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ബോക്സിൽ പറഞ്ഞിട്ട് പോണേ. സ്നേഹ പറഞ്ഞതിനകത്ത് എനിക്ക് തെറ്റൊന്നും തോന്നുന്നില്ല. ഇങ്ങനെ വിഷം ചീറ്റുന്ന ഒരാളുടെ അടുക്കൽ കുട്ടികൾ പഠിക്കാൻ പോയാൽ ഓഫ് കോഴ്സ് ആ പിള്ളേരിലേക്കും ആ വിഷം എത്തും. അത് പാടില്ല എന്ന് പറഞ്ഞതിനകത്ത് എന്താ ഇത്ര കുഴപ്പം? എനിക്കൊന്നും തോന്നുന്നില്ല. മനസ്സിലായില്ലേ? ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. എനിക്ക് എൻ്റെ അഭിപ്രായം പറയാം. ഞാനിവിടെ ആരെയും തെറി പറയുമൊന്നുമല്ല, മനസ്സിലായോ? കാണുന്ന ആൾക്കാരോടാണ്. അതായത് പ്രിയപ്പെട്ടവരെ, നിങ്ങളോടല്ല. ചില ആൾക്കാർ ഉറ്റുനോക്കി ഇരിപ്പുണ്ട്. എന്തെങ്കിലും ഇവൻ പറയുവാണെങ്കിൽ നേരെ കേസ് കൊടുക്കുക, ഇവരെ അങ്ങോട്ട് പൊട്ടിക്കുക. ആ ഒരു മൂഡിലിരിക്കുന്നവരോടാ കേട്ടോ. നമുക്ക് ബാക്കി കേൾക്കാം പ്രിയപ്പെട്ടവരെ. അദ്ദേഹത്തെ ഞാൻ അറിയുന്നത് കലാഭവൻ ചേട്ടന്റെ അനിയൻ എന്നുള്ള പേരിൽ എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഒരു നർത്തകൻ എന്നുള്ള രീതിയിൽ ഏറ്റവും ആരാധനയോടുകൂടി ഞാൻ നോക്കിക്കണ്ടിട്ടുള്ള ഒരാളാണ്. ഞാൻ കാലടി ശ്രീശങ്കര യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് തിയേറ്റർ ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം അവിടുത്തെ അധ്യാപകനായിരുന്നു. അതല്ലാതെ തന്നെ ഒരുപാട് വേദികളിൽ നൃത്തം ചെയ്ത് തെളിയിച്ചിട്ടുള്ള ഒരാളാണ് രാമകൃഷ്ണേട്ടൻ. അപ്പോ രാമകൃഷ്ണനെ ഇങ്ങനത്തെ ഒരു വിവാദങ്ങളുടെ ഒന്നും ആവശ്യമില്ല വൈറലാവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു സംഗതി അവർ പറഞ്ഞതുകൊണ്ട്, ഈ വിവാദം ഉണ്ടാക്കിയതുകൊണ്ട് ആർക്കാണ് ഉപകാരം ഉണ്ടായത്? അവർക്ക് തന്നെയാണ്. കാര്യം അവർ തന്നെ പറയുന്നുണ്ട്, എനിക്ക് 66 വയസ്സായി, എന്നെ ഇതുവരെ ഇന്റർവ്യൂ ചെയ്യാൻ നിങ്ങളാരും വീട്ടിൽ വന്നിട്ടില്ലല്ലോ, ഇപ്പോഴല്ലേ വന്നത് എന്ന്. അത് തന്നെയായിരിക്കാം ഒരുപക്ഷെ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവാവുന്നതും.
പക്ഷെ എങ്കിൽ പോലും സമൂഹത്തിന് ഏറ്റവും മോശമായ ഞാൻ ഇന്ന് ഫേസ്ബുക്ക് നോക്കുമ്പോൾ അവരെ അനുകൂലിച്ച് സംസാരിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ കണ്ടു. സംസ്കാരമില്ലാത്ത സ്ത്രീക്ക് മാത്രമേ അങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ. സാംസ്കാരിക കേരളത്തിന് തന്നെ ഏറ്റവും അപമാനമായ ഒരു സ്ത്രീയാണ്. അവരുടെ പേര് പോലും പറയാൻ എനിക്ക് ഇഷ്ടമില്ല. അത്രയും എനിക്ക് എതിർപ്പാണ് അവരോട്. ഇല്ല, വിദ്യാർത്ഥികളെ മക്കൾ സ്നേഹ അവരുടെ അഭിപ്രായം പറഞ്ഞു. എന്താണ് അതിനകത്ത് തെറ്റിരിക്കുന്നത്? എനിക്ക് അതിനകത്തൊന്നും തെറ്റൊന്നും തോന്നിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും തെറ്റ് തോന്നുന്നുണ്ടോ? പിള്ളേരെയൊക്കെ പഠിപ്പിക്കാൻ വിട്ടാൽ എന്താവുമെന്ന് ആയിക്കോട്ടെ, പിള്ളേരെ പഠിപ്പിക്കാൻ വരുന്നവർ പഠിപ്പിക്കാൻ വിടും. ഞാൻ പറഞ്ഞില്ല, ചില ആളുകൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആയിക്കോട്ടെ. ഈ സൗന്ദര്യമാണ് എല്ലാം എന്ന് വിചാരിച്ചിരിക്കുന്നവർ പൊക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വിചാരിച്ചിരിക്കുന്ന അവരുടെ ഓരോ ആൾക്കാരുടെ ഇഷ്ടമാണ്. അതിനകത്ത് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. നമ്മുടെ ചിന്താഗതി എല്ലാം ശരിയാണോന്നുണ്ടോ? ഇല്ല, എൻ്റെ എല്ലാ ചിന്താഗതിയും ശരിയൊന്നുമല്ല. വെറും വൃത്തിയുടെ ചില സമയത്ത് ചിന്താഗതിയൊക്കെ വരാറുണ്ട്. അങ്ങനെയാ, മനുഷ്യനല്ലേ പിള്ളേ. പക്ഷേ ഇവിടെ വേറൊരു കാര്യം അതൊന്ന് ചൂണ്ടിക്കാണിക്കേണ്ടത് തന്നെയാണ്. അത് വേറൊന്നുമല്ല, ഈ സത്യഭാമ ഇവരെ നിങ്ങളിൽ എത്ര പേർക്ക് ഇങ്ങനൊരു ഇപ്പോഴത്തെ ഈ ഒരു കോൺട്രവേഴ്സി കുത്തിപ്പൊങ്ങി വന്നതല്ല, ഇതിനു മുമ്പ് ഇവരുടെ ഈ കറുപ്പിനോടുള്ള ആ ഒരു സാധനം മനസ്സിലായില്ലേ? ഈ സാധനം വന്ന ഈ ഒരു കോൺട്രവേഴ്സി ഇവരുടെ വായിൽ നിന്ന് ഇങ്ങനൊരു സാധനം പറഞ്ഞ് മീഡിയക്കാർ വഴിയല്ലേ നമ്മൾ ഇവരെ അറിയാൻ തുടങ്ങിയത്. ഞാൻ അങ്ങനെ ഇവരെ അറിഞ്ഞത്, ഞാൻ അങ്ങനെ ഇങ്ങനെ ഒരു സ്ത്രീ ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. അതിന് മുമ്പ് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നോ? എനിക്കറിയത്തില്ല. പക്ഷേ ഈ സ്നേഹ എന്ന് പറയുന്ന വ്യക്തി, ഇവരെ നമുക്ക് നേരത്തെ അറിയാമായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ എടുത്തു വെച്ച് റിയാക്ട് ചെയ്ത സത്യഭാമയുടെ പുതിയൊരു വീഡിയോ കണ്ടതാണല്ലോ. അതിനകത്തൊക്കെ ഇവർ പറയുന്നത് പോലെ സ്നേഹയൊക്കെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സത്യഭാമ അതാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങളെ ഒരു മനുഷ്യ കുഞ്ഞിന് പോലും അറിയാൻ പാടില്ല. പിടികിട്ടിയോ? നിങ്ങൾ കലാമണ്ഡലത്തിൽ നിന്ന് ഇറങ്ങി പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ടായിരിക്കും, ഡാൻസ് ചെയ്യുന്നുണ്ടായിരിക്കും എവിടെയെങ്കിലുമൊക്കെ. എന്ന് വെച്ചിട്ട് നിങ്ങളെ ആളുകൾ തിരിച്ചറിയണമെന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചിട്ട് എല്ലാവരും നിങ്ങളെ അങ്ങോട്ട് തിരിച്ചറിയുന്നു. പക്ഷേ ഈ സ്നേഹയൊക്കെ നിങ്ങളെക്കാട്ടിലും പോപ്പുലറാണ് സത്യഭാമ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ അസൂയയാണ് സത്യഭാമ എന്ന് പറയുന്ന കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരുപാട് അറിവുകളുള്ള ആ സ്ത്രീക്ക്. സീരിയസ്ലി എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അതിൻ്റെ ഒരു അസൂയ, കുശുമ്പ്, അയ്യോ ഞാൻ കഷ്ടപ്പെട്ട് കലാമണ്ഡലത്തിൽ പോയി എല്ലാം പഠിച്ചിട്ട് എന്നെ ആർക്കും അറിയാൻ പാടില്ലേ. ചിലപ്പം കുറച്ച് ആളുകളിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട് ഇറങ്ങുന്നത്. ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നതാ അവർക്ക് പൈസയൊന്നും വേണ്ട, എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് കാശൊന്നും വേണ്ട, യൂട്യൂബിൽ നിന്ന് കാശൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ പിന്നെ ഡാൻസ് അല്ലേ പഠിപ്പിക്കുന്നത്, അത് തന്നെ ഫോക്കസ് ചെയ്ത് പോകും. നിങ്ങളുടെ ജോലിയല്ലേ അത്. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് എൻ്റെ പണി, എനിക്ക് വേറെ പണിയുണ്ട്, ഞാൻ അതിനകത്ത്, എന്നാൽ പിന്നെ അതങ്ങ് ചെയ്താൽ പോരെ. എന്തിനാണ് ഇവിടെ വന്നിരുന്ന് എഴുതിയിടാതിരിക്കുന്നത്? അപ്പോൾ പറയും എൻ്റെ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ. ഇത്രയും കാലവും ചെയ്തില്ലായിരുന്നല്ലോ. ഇപ്പം മാത്രം എന്താ? അതും നല്ല കാര്യങ്ങളാണ് പറയുന്നെങ്കിൽ പോട്ടെ എന്ന് പറയാം. ഇത് നല്ല കാര്യങ്ങൾ ഇൻ ദ സെൻസ് എല്ലാം ഈ കറുപ്പ് അത് ഇത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം എല്ലാവരും പറയുന്നുണ്ട്, അയ്യോ മാഡം പറഞ്ഞു കഴിഞ്ഞാൽ അത് അച്ചട്ടാണ്, എന്തൊക്കെയാ ഇത്, സ്വന്തമായിട്ട് പൊങ്ങച്ചം, അങ്ങനെ തന്നെ വേണം പറയാൻ അല്ലേ? എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.